ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യാനുള്ളത് കേട്ടോ. അതിൻ്റെ പാറ്റേൺ ചെയ്യാം. ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ 15 ചെയിൻ ഇടാം. അപ്പോൾ ഇനി അടുത്തത് DTR ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് 5 ചെയിനാണ് കേട്ടോ. DTR ചെയ്യാൻ വേണ്ടിയിട്ട് 5 ചെയിനാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. 1 2 3 4 5. ഓക്കെ. ഇതിന് ശേഷം ഈ 5 ചെയിൻ കഴിഞ്ഞിട്ട് 6ാമത്തെ ചെയിനിലേക്കാണ് നമ്മളിനി DTR ചെയ്യേണ്ടത്. നമ്മൾ HDC ചെയ്യാനിങ്ങനെ ഒന്ന് ചുറ്റി, DC ചെയ്യാനൊന്ന് അല്ലേ, അതുപോലെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഒന്ന്, അപ്പോൾ ഇനി DTR ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ചുറ്റാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹുക്കിൽ 1 2 3 4 ലൂപ്പ് വരണം, 4 ലൂപ്പ് വരണം. അതിനുശേഷം 5 ചെയിൻ കഴിഞ്ഞ് 6ാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹുക്കിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹുക്കിൽ നമുക്ക് മൊത്തം 1 2 3 4 5 ഓക്കെ 5 ചെയിനാണ്, 5 ലൂപ്പാണ് കിട്ടുന്നത്. അപ്പം 5ൽ 2 ആദ്യം ഒന്നാക്കി, പിന്നീടുള്ള 2 ഒന്നാക്കി, അതിന് ശേഷമുള്ള 2 ഒന്നാക്കി, അതിന് ശേഷമുള്ള 2 ഒന്നാക്കി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 1 2 1 2 3 4 ഇങ്ങനെ എപ്പോഴും എണ്ണി നോക്കണം കേട്ടോ. 4. പിന്നെ ഈ ഒരു ചെയിനിൽ അടക്കം നമുക്ക് വരുന്നത് മൊത്തം 5 ആണ്. 5 ലൂപ്പാണ് വരേണ്ടത്. നാല് ലൂപ്പ് അടുത്ത ചെയിനിൽ ഹുക്കിന് ഇൻസേർട്ട് ചെയ്തു. മൊത്തം 5 ലൂപ്പ് കിട്ടി. 5ൽ 2 ഒന്നാക്കി, അടുത്ത 2 ഒന്നാക്കി, അതിന് ശേഷമുള്ള 2 ഒന്നാക്കി, വീണ്ടും ലാസ്റ്റത്തെ ചെയിൻ ഒന്നാക്കി. ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് വരും. ഇതുവരെ ചെയ്തതുപോലെയല്ല, കുറച്ചുകൂടെ ലെങ്ത്ത് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ 15 ചെയിനിലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് പാറ്റേൺ ആദ്യം മേക്ക് ചെയ്യാം. 15 ചെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ 5 ചെയിനാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. 3 4 5. ഓക്കെ. അതിന് ശേഷം വീണ്ടും 4 ലൂപ്പ് ഫസ്റ്റ് കാണുന്ന ചെയിനിൽ ഹുക്കിന് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് ഫുള്ള് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു സ്ക്വയറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാം. ഓക്കെ.